കപ്പണ്ടിയായ രാവിലെ പോകുമ്പോ മഴ ഉണ്ടായിരുന്നില്ലേട്ടാ. പിന്നെ ഒരു മഴ പെയ്തൂടെ. അയ്യോ പറയണ്ട. വയനാട്ടിൽ നന്നായി ഇന്നലെ വെള്ളം കയറി വന്നിട്ട് എന്തായി അവിടെ എന്തായി എന്നൊക്കെ ചോദിച്ചു. പച്ചക്കറി വാങ്ങാൻ പോയതാ. ഏട്ടൻ പച്ചക്കറി വാങ്ങിട്ട് വന്നിട്ടാ. ഈ മഴയിൽ തന്നെ കൂണ് വാങ്ങിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും കൂണുകൾ. ഇതെന്താ പേരക്ക കൊയ്യാക്ക. ഇതുകൊണ്ട് തക്കാളി. റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റിൽ പോയതാണ് കേട്ടോ. നോക്ക് ഇങ്ങനെ കവറിലാക്കിട്ട്. ഇതെന്താണ്? ഉരുളക്കിഴങ്ങ്. ഞാൻ വിചാരിച്ചു വല്ല തിന്നാനാണ്. ഇതെന്താണ് ഏട്ടാ? കവറാ ബീട്രൂട്ടാ? എന്താ വില അപ്പോ? ഇത് രണ്ടെണ്ണോ? ഹായ് എല്ലാവരും, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയായിട്ട് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടാ. നല്ല മഴയുണ്ട് സ്പെഷ്യലായിട്ട്. ഇതപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് കൂണ് കൊണ്ടുവന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട്. ഇത് വറുത്തരച്ച കറി വയ്ക്കാം. അടിപൊളിയായിട്ട് വറുത്തരച്ച കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ കൂണിന് നീളം കുറവാ. അന്ന് വാങ്ങിയ പോലെയില്ല. പക്ഷെ നീളം കുറവുണ്ട്. കഴിഞ്ഞ ആ അടിയത്തെ ഉണ്ട സാധനം ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ പിച്ചിടണേ. അല്ലെങ്കിൽ ഉടങ്ങില്ല. എന്ത് ഇന്ന് കുറച്ചാണ് കിട്ടിയിട്ട് കേട്ടോ കൂന്. നാടൻ കൂന് കിട്ടാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. പേനം ചൂടാവട്ടെ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് മതി. ഇതിലേക്ക് ഒരു 1.5 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. കുറച്ച് കറിവേപ്പില. തേങ്ങ നന്നായി വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ നന്നായി വറുത്ത് വന്നു കേട്ടോ. അത് എന്താ നല്ല നല്ല ചുവന്ന് വന്നു. ഇനി തീ കുറച്ച് വെക്കുക. ഇതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഈ ഓഫാക്കുക. ഈ ചൂടിൽ കിടന്നിട്ട് ആവും കേട്ടോ. ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് കൂൺ കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ചൂടാവട്ടെ എണ്ണ. ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി കേട്ടോ. രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചെറുള്ളി നന്നായി മൂത്ത് വെട്ടെ. ഉള്ളിയൊക്കെ നന്നായി വാടി വന്നു കേട്ടോ. നല്ലോണം മൂത്ത് വന്നു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കേട്ടോ. ചട്ടി ചൂട് പിടിച്ചിട്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം പോട്ടേക്കാണ്. ഇതിലേക്ക് 2 തക്കാളി ചെറുത് കേട്ടോ. ഭംഗിയിൽ അറിഞ്ഞിരിക്കുന്നു ചേട്ടാ. നൈസായി അരിഞ്ഞാണ്. അച്ഛനൊരു കലാകാരൻ തന്നെ. ഈ തക്കാളി ഒന്ന് വാടി വെട്ടെ. തക്കാളിയൊക്കെ നന്നായി വാടി വന്നു കേട്ടോ. നന്നായി ഉടഞ്ഞു. ഇതിലേക്ക് നമ്മുടെ കൂണിട്ട് കൊടുക്കാം.
എനിക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ. നന്നായി വഴറ്റിയെടുക്കട്ടോ. നന്നായി ഇളക്കി വഴറ്റി വന്നിട്ടാണ്. വേണ്ട ഒന്നുമില്ല, ചുമ്മുള്ളൂ. ഇതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടോ. നല്ല മഷി പോലെ അരച്ചാണ്. അധികം വെള്ളം ഒഴിക്കില്ല അല്ലേ? കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താണ്. മഷ്റൂം പൊടിയാൽ നന്നായി ഇളക്കിയെടുക്കാം. പിന്നെ വെള്ളം വന്നു. അതെ, ജാറ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇത് അടച്ച് വെച്ചിട്ട് വേകട്ടെ കേട്ടോ. കൂണ് എന്താന്ന് നോക്കട്ടെ. പൊളിയായിട്ട് കളർ നോക്കാം. ലാസ്റ്റ് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടാൽ ഉപ്പ് തേങ്ങ ഒഴിച്ചൊന്നും അറിയണേ ഇല്ല കേട്ടോ. ഓഫാക്കുക. ചാറ് വേണമെങ്കിൽ ചാറാക്കി എടുക്കുക. ചാറോടെ വേണമെങ്കിൽ എടുക്കാം, ഇങ്ങനെ എടുക്കാം കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും പറ്റിയ കറിയാണ് കേട്ടോ. അതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ, അടിപൊളി ടേസ്റ്റാണ്. വേണ്ട എന്താ വേണം. ബീട്രൂട്ട് തോരൻ വെക്കുകയാണ് കേട്ടോ. 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പൊടിയൊക്കെ അരിഞ്ഞിരിക്കും. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് ഉപ്പേരി. ഇതിലേക്ക് വലിയൊരു സവാള, നല്ല പൊടിയായി അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കഴിഞ്ഞു. ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിരുമ്മിയെടുക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടട്ടെ. ഇനി നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായിരിക്കും. പിന്നെ കുറച്ച് മഞ്ഞയും കൂടി വേണ്ടതായിരുന്നു. ചെറിയ തീയിലാക്കി വെക്കുക. അടച്ച് വെച്ചിട്ട് കഴിക്കുക. അടച്ച് വെച്ചിട്ട് വേഗട്ടെ. നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടാ. തോരൻ സൂപ്പറായില്ല. നിങ്ങളിങ്ങനെ വെക്കുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഊണ് കഴിക്കേണ്ട അതാണ് സ്പെഷ്യൽ. ഇന്നത്തെ നല്ല മഴ കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. അടിപൊളി കൂൺകറിയും ബീട്രൂട്ട് ഉപ്പേരി. ഇത്രയുള്ള സ്പെഷ്യൽ. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.